അങ്ങനെ നമ്മൾ 6 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ഏതാ പഠിക്കാൻ പോകുന്നത്? 7th ചാപ്റ്റർ അല്ലേ. സോ വെൽക്കം ടു എക്സാം പോയിന്റ്. ഇന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ പോകുന്നത് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ 7th ചാപ്റ്ററായ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, നിയന്ത്രണ പ്രസ്താവനകൾ. മിസ് ഈ ചാപ്റ്റർ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മാക്സിമം പബ്ലിഷേഴ്സിന്റെ എക്സാം പോയിന്റ് എന്ന ഗൈഡിൽ നിന്നാണ്. ഈ ഒരു ഗൈഡ് നിങ്ങൾക്കും റെഫർ ചെയ്യാവുന്നതാണ്. എല്ലാ ചാപ്റ്റേഴ്സിന്റെ നോട്ട്സും സാമ്പിൾ പ്രോബ്ലംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതോടെ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ പഠിച്ചു പോയ ചാപ്റ്റേഴ്സ് പോലെയല്ല ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഫുൾ പ്രോഗ്രാംസ് ആണ്. പ്രോഗ്രാം എന്ന് കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. അപ്പം മിസ് ഓരോ ടോപ്പിക്ക് പറഞ്ഞ് ഓരോന്നും റിലേറ്റ് ചെയ്യുന്ന ഓരോ എക്സാമ്പിൾ പ്രോബ്ലംസ് നമ്മളിവിടെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അത് ടൈപ്പ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഫുള്ള് നമുക്ക് നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കാം, നമ്മുടെ മെയിൻ കോൺസെപ്റ്റ്സ്. അപ്പോൾ നമ്മുടെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് 2 ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, രണ്ടാമത്തത് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സിൽ തന്നെ നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് നോക്കിക്കേ. ഇഫ്, ഇഫ് എൽസ്, നെസ്റ്റഡ് ഇഫ്, എൽസ് ഇഫ് ലാഡർ, സ്വിച്ച് ആൻഡ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. അപ്പോൾ ഇത്രയാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അതിൻ്റെ സിൻടാക്സും അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം നമ്മൾ ചെയ്തു നോക്കും, പ്രോഗ്രാം നമ്മൾ ചെയ്തു നോക്കും. ദെൻ രണ്ടാമത് വരുന്നതാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ്. ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റിലാണ് നമ്മൾ വൈൽ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം, വൈൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ വൈൽ ലൂപ്പ് എന്ന് പറയാം. വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഓക്കെ, ലൂപ്പ് എന്നും നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് കൂടി വിളിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്താലോ? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ നോർമൽ ആയിട്ടുള്ള ഫ്ലോയിനെ ഓൾട്ടർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ യൂസ്ഡ് ഫോർ ഓൾട്ടറിങ് ദ നോർമൽ ഫ്ലോ ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ. ഓക്കെ, they are classified into 2. നമ്മൾ ഓൾറെഡി കോൺസെപ്റ്റ്സ് പറഞ്ഞല്ലേ, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ എന്ത് പറയാം, സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് കൂടി വിളിക്കാം. ഓക്കെ, അപ്പൊ അത് രണ്ടെണ്ണമാണ് നമ്മുടെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സും അതുപോലെ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള പ്രസ്താവനകൾ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ്? അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇഫ് പ്രസ്താവന, ഇഫ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന്റെ സിൻടാക്സ് എന്താണെന്ന് നോക്കാം. ആദ്യം ഇഫ് എന്ന് എഴുതുക, എന്നിട്ട് ഒരു ബ്രാക്കറ്റിൽ നമ്മൾ കണ്ടീഷൻ എന്താണോ ആ കണ്ടീഷൻ കൊടുക്കുക. കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്. സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് എങ്ങനെ എൻഡ് ചെയ്യണം? സെമിക്കോളൻ വെച്ചിട്ട് എൻഡ് ചെയ്യണം. എന്നിട്ട് ഈ ഓപ്പൺ ചെയ്ത കേളി ബ്രാക്കറ്റ്സ് നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ സിൻടാക്സ്. എല്ലാത്തിൻ്റെയും സിൻടാക്സ് പഠിച്ചിരിക്കണം, ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ സിൻടാക്സ് ക്ലിയർ ആയല്ലോ. ഇവിടെ എന്താണ് പറയുന്നത്? ആദ്യം ഒരു കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ആദ്യം നമുക്കിവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണോ ഈ കണ്ടീഷൻ നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റ്, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ശരിയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് വർക്ക് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ദ കണ്ടീഷൻ ഈസ് ഇവാലുവേറ്റഡ്. എന്താണ്? ആദ്യം കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് ട്രൂ, ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ട്രൂ അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ല. ജസ്റ്റ് ഒരു കണ്ടീഷൻ നമ്മൾ ആദ്യം പറയും. ട്രൂ ആണെങ്കിൽ അതിന് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയാണെന്ന് നോക്കിക്കേ. നമുക്ക് കണ്ടീഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ട് അല്ലേ? ഇഫ് കണ്ടീഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കണ്ടീഷൻ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഡിസിഷനിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഡിസിഷൻ വരച്ചിട്ടുണ്ട്, അതിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. ട്രൂ ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു? സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ? ബോഡി ഓഫ് ലൂപ്പ്. ഓക്കെ, ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ലൂപ്പ് വരും.
ഫോൾസ് ആണെങ്കിൽ അത് നേരെ എൻഡ് ചെയ്യും, ഒന്നും സംഭവിക്കുന്നില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ എങ്ങനെയാണ് സിൻടാക്സ്, എന്താണ് അതിൻ്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് ക്ലിയർ അല്ലേ? നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. പ്രോഗ്രാം ടു ഡിസ്പ്ലേ യു ഹാവ് പാസ്ഡ് ഇഫ് സ്കോർ 18 ഓർ മോർ. 18 കൂടുതലോ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ യു ഹാവ് പാസ്ഡ് എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കണം. അതിനൊരു പ്രോഗ്രാം എഴുതണം. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ പ്രോഗ്രാമിങ് ചെയ്തു തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ചിലപ്പോൾ C++ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഓൺലൈനായിട്ട് C++ കമ്പൈലർ കിട്ടും. ഓക്കെ, അപ്പോൾ മിസ് ഇന്ന് കാണിച്ചു തരുന്നതും ഓൺലൈൻ കമ്പൈലർ യൂസ് ചെയ്തിട്ടാണ്. അതാവുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് നേരെ ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ ജസ്റ്റ് ഓൺലൈൻ C++ കമ്പൈലർ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഒത്തിരി സൈറ്റ്സ് ഇവിടെ താഴെ അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാംസ് എന്ന് പറയുന്ന ഓൺലൈൻ കമ്പൈലറാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ്. അപ്പം നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കോഡ് ടൈപ്പ് ചെയ്യാം, റൈറ്റ് സൈഡിൽ നമുക്കത് എക്സിക്യൂട്ട് ചെയ്ത് കാണാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് നമുക്ക് എന്താണ് ഹെഡർ ഫയലൊക്കെ കൊടുത്ത് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതങ്ങ് കളയാം. എന്നിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കാരണം നിങ്ങൾ ക്ലാസ്സിൽ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോഴേക്കും ഇതുപോലെ ഡിഫോൾട്ടായിട്ടൊന്നും വന്ന് കിടക്കില്ല. എല്ലാം നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി കേളി ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് വരും. പക്ഷെ നിങ്ങൾ സ്കൂളിൽ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും വരില്ല. നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാം ആ ഓർഡറിൽ ചെയ്തു പോകണം, ടൈപ്പ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരുന്നത് പ്രോഗ്രാം ടു ഡിസ്പ്ലേ യു ഹാവ് പാസ്ഡ് ഇഫ് സ്കോർ ഈസ് 18 ഓർ മോർ. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? അതായത് മാർക്ക് 18 കൂടുതലോ ഉണ്ടെങ്കിൽ യു ഹാവ് പാസ്ഡ് എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കണം, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഗ്രാം എഴുതി തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഹാഷ് ഇൻക്ലൂഡ് IOStream. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് IOStream കൊടുത്തു. ദെൻ യൂസിങ് നെയിം സ്പേസ് std. ഓക്കെ, ഈ 2 ലൈൻ എല്ലാത്തിലും കോമൺ ആണ്. ഇങ്ങനെ തന്നെ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുക. ഇൻറ്റ് മെയിൻ എന്ന് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കണ്ടോ, ഇപ്പോൾ ഓൾറെഡി കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ താഴെ അത് ക്ലോസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വരില്ല, നിങ്ങൾ കറക്റ്റായിട്ട് അത് ക്ലോസ് ചെയ്യണം, ഇല്ലെങ്കിൽ എറർ വരും. ഓക്കെ, അപ്പോൾ ഇൻറ്റ് മെയിൻ ഫംഗ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്തു. അതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു സ്കോർ കൊടുക്കണ്ടേ? നമുക്ക് സ്കോർ വെച്ചിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ സ്കോർ ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്കത് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം? ഞാനിപ്പം ഇൻറ്റ് ആയിട്ട് എടുക്കുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലോട്ട് എടുക്കാം. അതായത് ഇപ്പം മാർക്കുകൾ ഇപ്പോൾ 20.5 ആണ് മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പോയിന്റ് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലോട്ട് എടുക്കണം. ഇവിടെ ഇപ്പം ഞാൻ ഇൻറ്റ് വെച്ച് ചെയ്യുകയാണ്. ഓക്കെ, ഇൻറ്റീസർ ആയിട്ട് എടുക്കുകയാണ്. ഇൻറ്റ് സ്കോർ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് ഡിക്ലെയർ ചെയ്തു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് സ്കോർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അല്ലേ? എത്രയാണോ നമ്മുടെ സ്കോർ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ടേ? അപ്പോൾ അതിനെന്ത് ചെയ്യാം, നമുക്ക് Cout എൻ്റർ യുവർ സ്കോർ എന്നൊരു സെൻറ്റൻസ് കൊടുക്കാം. ഓക്കെ, എൻ്റർ യുവർ സ്കോർ, ഒരു കോളം കൊടുക്കാം. എന്നിട്ട് ഞാനൊരു /t എന്താണ്, ഒരു ടാബ് ആണല്ലേ /t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമുക്കിത് കഴിഞ്ഞൊരു സ്പേസ് കൊടുത്തിട്ട് എൻ്റർ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് റൺ ചെയ്യുമ്പോൾ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ സെമിക്കോളൻ ഇടണം. ഇതൊന്നും ഇതിൽ വരില്ല. അപ്പോൾ സെമിക്കോളൻ ഇട്ട ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സ്കോർ നമുക്ക് എടുക്കണം അല്ലേ? അപ്പോൾ അതിന് എന്ത് ചെയ്യാം, CN കൊടുക്കുക. CN നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സ്കോർ അവർ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. CN കൊടുക്കുക, സ്കോർ കൊടുക്കുക, ദെൻ സെമിക്കോളൻ കൊടുത്തു. ക്ലിയർ ആയാലോ? അപ്പോൾ അത്രയും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. ഇനി എന്ത് ചെയ്യാം, നമ്മുടെ സ്കോർ 18 കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചല്ലേ? അപ്പോൾ ഇഫ് വെച്ചിട്ട് നമുക്കത് എഴുതാം. ഇഫ് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്താണ് നമ്മുടെ സ്കോർ എന്ന് പറയുന്നത്, നമ്മളിവിടെ ഇൻറ്റ് സ്കോർ എന്ന് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് അത് തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇൻറ്റ് മാർക്ക് എന്നാണ് കൊടുക്കണമെങ്കിൽ ആ മാർക്ക് തന്നെ താഴെ കൊടുക്കുക. എന്താണോ നമ്മൾ ഡിക്ലെയർ ചെയ്ത വേരിയബിൾ, ആ വേരിയബിൾ തന്നെ യൂസ് ചെയ്യുക. ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്താൽ പോലും നമുക്ക് അവിടെ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഇഫ് സ്കോർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ്, 18 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്താണ് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്? യു ഹാവ് പാസ്ഡ് എന്ന് ഡിസ്പ്ലേ ചെയ്യണം അല്ലേ? അപ്പോൾ Cout എന്ത് കൊടുക്കുക,
നമുക്കൊരു അടുത്ത ലൈനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഒരുമിച്ച് പോകും. നമുക്ക് അടുത്ത ലൈനിൽ അല്ലെങ്കിൽ ഒരു ടാബൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മളത് കൊടുക്കണം. അപ്പോൾ സി ഔട്ട് /n കൊടുത്തു നെക്സ്റ്റ് ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ന്യൂ ലൈനിൽ വരാൻ. ഓക്കെ, /n കൊടുത്തിട്ട് എന്ത് പറയാണ്? യു ഹാവ് പാസ്ഡ് എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് അത് ക്ലോസ് ചെയ്തു. അതായത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ സെമിക്കോളൻ കൊടുത്ത് എൻഡ് ചെയ്തു. ഇനി അതിന് താഴെ നമുക്കൊരു റിട്ടേൺ 0 കൂടെ കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പ്രോഗ്രാം എഴുതി കഴിഞ്ഞു. എങ്ങനെയാ, ക്ലിയർ ആയോ? സ്റ്റാർട്ടിങ് നമ്മൾ എങ്ങനെയാണ് കൊടുത്തത്? #include IOStream എന്ന് കൊടുത്തു യൂസിങ് നെയിം സ്പേസ് std. അതിനുശേഷം എന്താണ്? ഇൻറ്റ് മെയിൻ നമ്മൾ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു, ഇൻറ്റ് സ്കോർ കൊടുത്തു, സി ഔട്ടിൽ എൻ്റർ യുവർ സ്കോർ, ദെൻ cin എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കോർ നമ്മളത് ഇൻപുട്ട് ചെയ്ത സ്കോർ അത് നമുക്ക് എടുക്കണം അല്ലേ. അപ്പോൾ cin എന്ന് പറഞ്ഞിട്ട് ഇൻപുട്ട് സ്ട്രീം ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് അത് എടുത്തു. അതിനുശേഷം നമ്മൾ ഇഫ് കണ്ടീഷൻ അല്ലേ, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളത് ചെക്ക് ചെയ്തു. അത് കറക്റ്റ് ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? യു ഹാവ് പാസ്ഡ് എന്ന് പ്രിന്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കിയാലോ. ഇവിടെ റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, റൺ ക്ലിക്ക് ചെയ്യാം. വന്നേക്കുന്ന നോക്കിയേ, എൻ്റർ യുവർ സ്കോർ എന്ന് വന്നല്ലേ. എന്നിട്ട് ആ കേഴ്സർ വന്നിരിക്കുന്നത് എവിടെയാന്ന് നോക്കി, ഒരു ടാബ് കഴിഞ്ഞിട്ടാണ് ആ ഒരു കേഴ്സർ വന്നിരിക്കുന്നത്, കണ്ടോ? അതിനാണ് നമ്മൾ ടി കൊടുത്തത്. ഇപ്പം ടി കൊടുത്തില്ല എന്ന് വിചാരിക്കുക, ഇങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്തതെങ്കിൽ കേഴ്സർ വരുന്നത് കണ്ടോ, തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത്. സ്കോർ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു കേഴ്സർ വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ഒരു ടാബ് കൊടുത്തേക്കാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ സ്കോർ ഒരു 25 കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കാം കേട്ടോ. 25 കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാം, എൻ്റർ അടിക്കാം. കണ്ടോ, യു ഹാവ് പാസ്ഡ്. അത് താഴെ /n കൊടുത്തുകൊണ്ട് താഴെയായിട്ട് എന്ത് വന്നു? 25 എന്ന് പറയുന്നത് 18-നേക്കാളും കൂടുതലായതുകൊണ്ട് യു ഹാവ് പാസ്ഡ് എന്ന് പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പം ഇത് ഇതിനേക്കാളും ചെറുതാണെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് നമുക്ക് നോക്കണ്ടേ. നമുക്ക് രണ്ടും അറിയണം അല്ലേ. അപ്പം നമ്മൾ ഒന്നുകൂടെ റൺ ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ 10 കൊടുത്തു, 10 മാർക്കാണെന്ന് പറഞ്ഞു. കണ്ടോ, നേരെ താഴെ കേഴ്സർ വന്ന് നിന്നുള്ളൂ, ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യണം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഇഫിൽ കൊടുക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇഫ് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോഗ്രാം എഴുതുന്നത് എന്നുള്ളത് ഓക്കെ അല്ലേ. പ്രോഗ്രാമും നമുക്ക് ഔട്ട്പുട്ടും ഇവിടെ കണ്ടു. ക്ലിയർ ആണല്ലോ. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പം ഇതിലിപ്പോൾ പ്രശ്നമില്ല. നിങ്ങൾ സ്കൂളുകളിൽ ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യുക, ഈ പ്രോഗ്രാം നമ്മളൊരു ടെക്സ്റ്റ് എഡിറ്ററിലായിരിക്കും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ .cpp ഇവിടെ കണ്ടോ, main.cpp എന്ന് കൊടുത്തിരിക്കുന്നത്. ഇതാ ഇവിടെ main.cpp എന്നായിരിക്കണം നമ്മൾ എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് സേവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പൈലർ എടുത്ത് റൺ ചെയ്യുമ്പോഴേക്കും കറക്റ്റായിട്ട് കിട്ടും. C++ ആയതുകൊണ്ട് CPP എന്നാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഓക്കെ അല്ലേ? ചെയ്ത് നോക്കാമല്ലോ. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റിൽ രണ്ടാമത് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇഫ് എൽസ് പ്രസ്താവനകൾ. അപ്പോൾ ഇഫ് എൽസിന്റെ സിൻടാക്സ് എന്താന്നുള്ളതൊന്ന് നോക്കിക്കേ. നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ആകെ ഈ ഒരു പോർഷൻ മാത്രമേ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കാണുന്നുള്ളൂ അല്ലേ. നമ്മൾ നേരത്തെ എഴുതിയ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഉണ്ട്. എന്താ നോക്കിക്കേ, ഫസ്റ്റ് ഇഫ് എഴുതി നമ്മുടെ കണ്ടീഷൻ എന്താണോ കണ്ടീഷൻ കൊടുക്കുക, ദെൻ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് കൊടുക്കുക, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു എൽസ് എഴുതുക. ഓക്കെ, എൽസ് എഴുതിയിട്ട് എഗെയിൻ നമ്മൾ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് കൊടുക്കുക. ഇതാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്, നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഫോൾസ് ആണെങ്കിൽ അതാണ് എൽസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ്, എൽസ് അല്ലെങ്കിൽ അതായത് ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അതായത് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത് നോക്കിയ പ്രോഗ്രാമിൽ നമ്മൾ ഫോൾസ് ആയിട്ടുള്ളൊരു വാല്യൂ കൊടുത്തപ്പോഴേക്കും ഒന്നും സംഭവിച്ചില്ല അല്ലേ. ജസ്റ്റ് കഴ്സർ താഴെ വന്നു നിന്നു എന്നല്ലാണ്ട് വേറെ ഒന്നും അവിടെ സംഭവിച്ചില്ല. അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പം ഇപ്പോൾ യു ഹാവ് പാസ്ഡ് എന്നുള്ള സ്ഥാനത്ത് നമുക്ക് എന്ത് പറയാം, യു ഹാവ് നോട്ട് പാസ്ഡ് എന്ന് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യണം. അതായത് ഇഫ് എൽസ് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എൽസ് എഴുതാം, താഴെ നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹിയർ ദ കണ്ടീഷൻ, ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ആകും. അല്ല, ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയായിരിക്കും, ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ നടുക്ക് ഇവിടെ ഒരു ഡിസിഷൻ കൊടുത്തിട്ടുണ്ട്, ടെസ്റ്റ് എക്സ്പ്രഷൻ. എന്താണോ നമ്മുടെ കണ്ടീഷൻ അത്, ആ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ദാ
ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് അടുത്തത് പ്രോസസ്സാണോ എന്താണോ അതിലേക്ക് അത് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു നമ്മുടെ ഇഫ് എൽസിൻ്റെ ഫ്ലോ ചാർട്ട് വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു പ്രോഗ്രാം നമുക്ക് ചെയ്ത് നോക്കണ്ടേ? അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രോഗ്രാം ടു ചെക്ക് വെദർ എ ഗിവൺ നമ്പർ ഈസ് ഓഡ് ഓർ ഇവൺ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോർമലി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. നമ്മളുടെ തന്നിരിക്കുന്ന ഒരു നമ്പർ, നമ്മളൊരു നമ്പർ ഇൻപുട്ട് ചെയ്യാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഇൻപുട്ട് ചെയ്ത നമ്പർ ഓഡാണോ ഇവൺ ആണോ എന്ന് നോക്കി അത് പ്രിന്റ് ചെയ്ത് കാണിക്കണം. അതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് പ്രോഗ്രാം എഴുതാം. അപ്പോൾ നമുക്ക് പ്രോഗ്രാം എഴുതി തുടങ്ങിയാലോ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയാണ്? ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം അല്ലേ? ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് std. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എടുത്തു. ഓക്കെ, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമുക്ക് എന്താണ് ഇവിടെ വരുന്നത്? നമുക്കൊരു നമ്പർ ഇൻപുട്ട്, ഒരു നമ്പർ ഓഡ് ആണോ ഈവൺ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു നമ്പറിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യണം അല്ലേ? അപ്പോൾ ഇൻറ്റ് ഞാൻ വേരിയബിൾ എന്ന് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, എന്നോ എന്നോ കൊടുക്കാം, നമ്പറിന് ഫുള്ളായിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എന്ന് കൊടുത്തു. ഇനി ഞാൻ പറയാണ് എൻ്റർ ദി നമ്പർ. കാണിക്കണ്ടേ, നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമല്ലോ ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യാൻ പറയണ്ടേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സി ഔട്ടിൽ എൻ്റർ എ നമ്പർ എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, /t കൊടുത്തു. ദെൻ ആ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു. എന്നിട്ട് അത് സീൻ കൊടുത്തിട്ട് ആ നമ്പർ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇത് ചെക്ക് ചെയ്യണോ അല്ലേ? ഓഡ് ആണോ ഈവൺ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ആണല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഇഫ് കണ്ടീഷൻ കൊടുക്കാം. എങ്ങനെയാണ് നമ്മളിവിടെ കണ്ടീഷൻ കൊടുക്കുക? നമുക്ക് എങ്ങനെയാണ് ഒരു നമ്പർ ഓഡ് ആണോ ഈവൺ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റുക? ആദ്യം നമുക്കൊരു നമ്പർ എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ 12 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു നമ്പർ ഓഡ് ആണോ ഈവൺ ആണോ എന്ന് എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്? നമ്മളിപ്പോൾ നോക്കുമ്പോഴേക്കും എന്താ ഈവൺ നമ്പർ ആണ് അറിയാം അല്ലേ? പക്ഷെ നമുക്ക് കോഡ് ചെയ്യുമ്പോഴേക്കും കണ്ടീഷൻ കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെക്ക് ചെയ്യാം? 12നെ നമ്മൾ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇത് കറക്റ്റ് 6 ടൈംസ് പോകും. 12 റിമൈൻഡർ നമുക്ക് 0. ക്ലിയർ ആയല്ലോ? ഇനി ഞാനൊരു നമ്പർ എടുക്കുകയാണ് 7. 7 എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ ഇതുപോലെ ഡിവൈഡ് ചെയ്യാം കേട്ടോ. 7 ഡിവൈഡഡ് ബൈ 2 3 ടൈംസ് 6 റിമൈൻഡർ 1 വന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായേ? ഒരു നമ്പർ ഈവൺ ആണെങ്കിൽ അതിൻ്റെ റിമൈൻഡർ 0 ആയിരിക്കും. ഓക്കെ, ഈവൺ നമ്പറിൻ്റെ എപ്പോഴും 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കും. ഓഡ് നമ്പർ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും റിമൈൻഡർ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടീഷൻ എഴുതാം. അതായത് നമ്മുടെ കണ്ടീഷൻ എങ്ങനെയാണ് വരിക? നമുക്ക് കണ്ടീഷൻ കൊടുക്കണം അല്ലെ? ഇഫിൻ്റെ ഉള്ളിൽ കണ്ടീഷൻ കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന നമ്പർ, ഓക്കെ, നം എന്നാണ് നമ്മൾ കൊടുത്തത് അല്ലേ? അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്പർ അതിൻ്റെ റിമൈൻഡർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റിമൈൻഡർ കണ്ടുപിടിക്കാൻ നമ്മളൊരു ഓപ്പറേറ്റർ പഠിച്ചിട്ടില്ലേ? ഏതായിരുന്നു? നമ്മൾ പ്ലസും മൈനസും ഡിവൈഡും മൾട്ടിപ്ലിക്കേഷൻ അല്ലാതെ 5ാമത് ഒരെണ്ണം പഠിച്ചു, മോഡുലസ് അല്ലേ? മോഡുലസ് ഓപ്പറേറ്റർ പഠിച്ചു. അപ്പോൾ ഈ ഒരു മോഡുലസ് ഓപ്പറേറ്റർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് റിമൈൻഡർ കാണാൻ വേണ്ടിയിട്ടാണല്ലേ? അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന നമ്പറിൻ്റെ റിമൈൻഡർ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ, നമ്മൾ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 2 ഈക്വൽ ടു കൊടുക്കണം. ഒരു ഈക്വൽ ടു കൊടുത്താൽ എന്താകും? അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ് അല്ലേ? അപ്പോൾ ഒരു ഈക്വൽ ടു അല്ല, നമുക്ക് ശരിക്കും ഒരു നമ്പർ ഇതിനോട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? 2 ഈക്വൽ ടു കൊടുക്കാം. അത് മാറിപ്പോകരുത്. ഓക്കെ, അപ്പോൾ ഈക്വൽ എന്ത് കൊടുക്കുക? 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന നമ്പർ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. 0 ആണെങ്കിൽ അത് ഈവൺ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഓഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആ പ്രോഗ്രാം കണ്ടിന്യൂസ് ചെയ്ത് നോക്കിയാലോ? അപ്പം നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? ഇഫിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ടീഷൻ കൊടുക്കണം അല്ലേ? നമ്മൾ നം എന്നാണ് കൊടുത്തത്. അപ്പോൾ നം എന്ന് പറയുന്നത് നം മോഡ് 2 ഈക്വൽ 0. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇത് ട്രൂ ആണെങ്കിൽ എന്താണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്? അത് ഈവൺ ആണെന്ന് പ്രിന്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൊടുക്കാം. സി ഔട്ട്
നെക്സ്റ്റ് ലൈനിൽ വരട്ടെ അല്ലേ. സി ഔട്ട് ദ ഗിവൺ നമ്പർ ഈസ് ഈവൺ. ഓക്കെ, സെറ്റ് ആയാലോ? അപ്പോൾ നമുക്ക് നമ്മൾ തന്നിരിക്കുന്ന നമ്പർ, നമ്മൾ കൊടുത്ത നമ്പർ ഈവൺ ആണെന്ന് പ്രിന്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഇനി എൽസ് നമ്മൾ എടുക്കുക അല്ലെ, ഇഫ് എൽസ് ആണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രൂ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അത് ഓഡ് ആയിരിക്കും. അപ്പൊ അത് നമുക്ക് ടൈപ്പ് ചെയ്യണ്ടേ. അപ്പൊ അതിനെന്താ ചെയ്യണ്ടേ? എൽസ് കൊടുക്കുക, എഗെയിൻ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? സി ഔട്ട്, അഗെയിൻ ന്യൂ ലൈനിൽ ദ ഗിവൺ നമ്പർ ഈസ് ഓഡ് എന്ന് നമ്മൾ കൊടുക്കണം. ഓക്കെ, ദ ഗിവൺ നമ്പർ മിസ്സായല്ലേ. ദ ഗിവൺ നമ്പർ, ഓക്കെ, ദ ഗിവൺ നമ്പർ ഈസ് ഓഡ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? നമുക്ക് താഴെ ഒരു റിട്ടേൺ 0 കൂടി കൊടുക്കാനുണ്ട്. റിട്ടേൺ 0 കൂടി കൊടുത്ത് കഴിയുമ്പോഴേക്കും ഓക്കെ, നമ്മുടെ പ്രോഗ്രാം എഴുതി കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഇഫ് കണ്ടീഷൻ കൊടുത്തു, അതായത് ട്രൂ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യുക? ദ ഗിവൺ നമ്പർ ഈസ് ഈവൺ എന്ന് പ്രിന്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഓഡ് എന്ന് പ്രിന്റ് ചെയ്യണം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റർ എ നമ്പർ. ഒരു നമ്പർ എൻ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്കിപ്പോൾ തൽക്കാലം ഒരു 50 എന്ന് കൊടുക്കാം. ഓക്കെ, ദ ഗിവൺ നമ്പർ ഈസ് ഈവൺ. ഓക്കെ, 50 എന്ന് പറയുന്നത് ഈവൺ ആണെന്ന് പറഞ്ഞു. ശരിയാണല്ലേ, 50 എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ ആണ്. ഇനി നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ കൊടുക്കുകയാണ് 17 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് നോക്കിക്കേ, ദ ഗിവൺ നമ്പർ ഈസ് ഓഡ് എന്ന് പറഞ്ഞു. 17 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ് അല്ലേ. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത് കണ്ടോ? തിരിഞ്ഞു പോവരുത്. ഓക്കെ, നമ്മൾ പറഞ്ഞത് നം മോഡുലസ് 2 = 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നമ്പർ ട്രൂ ആണെങ്കിൽ, അത് 0 ആണെങ്കിൽ, നമുക്ക് 0 റിമൈൻഡർ കിട്ടുവാണെങ്കിൽ അത് ഈവൺ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഓഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്നത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റും എൽസിൽ നമ്മൾ കൊടുക്കുന്നത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റും ആയിരിക്കും. ഓക്കെ, അപ്പം അത് ഓർത്ത് വെച്ചിട്ട് ടൈപ്പ് ചെയ്യാം. അപ്പോൾ പ്രോഗ്രാം ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി അടുത്തത് വരുന്നത് എന്താണ്? നമ്മൾ ഇഫും നോക്കി, ഇഫ് എൽസും നോക്കി അല്ലേ. അപ്പോൾ ഇനി അടുത്തത് വരുന്നതാണ് നെസ്റ്റഡ് ഇഫ്. ഓക്കെ, നമ്മുടെ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റിൽ അടുത്തത് വരുന്നതാണ് നെസ്റ്റഡ് ഇഫ്. നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെസ്റ്റ്, ഒരു കൂട് അല്ലേ. ഓക്കെ, നെസ്റ്റഡ് ഇഫ് അതായത് ഓൾറെഡി ഒരു ഇഫ് ഉണ്ടാകും, ആ ഇഫിന്റെ അകത്ത് വേറൊരു ഇഫ് ഫുള്ളായിട്ട് നമ്മൾ കൊടുക്കുന്നു. അതിനെയാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. ആ ഒരു കൂട് തന്നെ സങ്കല്പിച്ചാൽ മതി. പുറത്ത് ഒരു ഇഫ് ഉണ്ടാവും, ആ ഇഫിന്റെ ഉള്ളിൽ നമ്മൾ വേറൊരു ഇഫും കൂടെ കൊടുക്കും. സിന്റാക്സ് നോക്കിക്കേ, ഇഫ് കണ്ടീഷൻ കൊടുത്തു, ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കിൽ അവർ എന്താ ചെയ്തിരിക്കുന്നത്? വേറൊരു കണ്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇഫ് എൽസിന്റെ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കിൽ ട്രൂ ആയിട്ട് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് ഉണ്ടാവുമല്ലോ, ഇഫിന്റെ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്. അതിൻ്റെ അകത്ത് നമ്മൾ വേറൊരു ഇഫ് കണ്ടീഷൻ കൊടുത്തു. കണ്ടോ, ഇഫ് കണ്ടീഷൻ 2 കൊടുത്തു, അവിടെ സ്റ്റേറ്റ്മെന്റ് 1 എൽസ് സ്റ്റേറ്റ്മെന്റ് 2. ഇനി ഈ ഇഫിന്റെ എൽസ് സ്റ്റേറ്റ്മെന്റ്, ബോഡി ഓഫ് എൽസ് നമ്മൾ ഇവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നെസ്റ്റഡ് ഇഫിന്റെ സിന്റാക്സ്. ഇത് ചിലപ്പോൾ ചോദിക്കാം, കാരണം നോർമൽ ആയിട്ടുള്ള ഇഫും ഇഫിൽസും പോലെ അല്ലല്ലോ എൽസ് ഇഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ചിലപ്പം നിങ്ങളോട് സിന്റാക്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിന്റെ പ്രോഗ്രാം നമുക്കൊന്ന് നോക്കണ്ടേ. അപ്പോൾ ഇതിന്റെ പ്രോഗ്രാം ക്വസ്റ്റ്യൻ വരുന്നത് പ്രോഗ്രാം ടു ഫൈൻഡ് ദി ലാർജസ്റ്റ് എമംഗ് 3 നമ്പേഴ്സ്. ഓക്കെ, നമ്മളൊരു 3 നമ്പർ എടുക്കുകയാണ്. ഓക്കെ, അതായത് ഇപ്പോൾ 5, 7, 1 ഇങ്ങനെ ഒരു 3 നമ്പർ എടുക്കുകയാണ്. ഇതിൽ ഏതാണ് ലാർജസ്റ്റ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതിനൊരു പ്രോഗ്രാം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പ്രോഗ്രാം എഴുതാം. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? 3 നമ്പർ ഇൻപുട്ട് ചെയ്യണം അല്ലേ. അപ്പം നമുക്ക് ആദ്യം 3 നമ്പർ അങ്ങോട്ട് ഡിക്ലെയർ ചെയ്യാം. ഇൻറ്റ് x, y, z. ഓക്കെ, 3 നമ്പർ നമ്മൾ എടുത്തു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ 3 നമ്പർ ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറയണ്ടേ. അപ്പം സി ഔട്ട് എൻ്റർ 3 ഡിഫറെൻറ്റ് നമ്പേഴ്സ് അല്ലേ. 3 ഡിഫറെൻറ്റ് നമ്പേഴ്സ് വേണം. എൻ്റർ 3 ഡിഫറെൻറ്റ് നമ്പേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. നമുക്കൊരു സ്ലാഷൻ കൊടുക്കാം. 3 നമ്പർ ടൈപ്പ് ചെയ്യല്ലേ, അപ്പോൾ താഴെ വന്നോട്ടെ അല്ലേ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് കാസ്കേഡിങ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഇത് 3 ഒന്നിച്ചെടുക്കാം അല്ലേ. CNH Y Z. കണ്ടോ, ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പം മനസ്സിലായോ? നമ്മളിത് കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചാണ്, കാസ്കേഡിങ് ഓപ്പറേറ്റേഴ്സ് ഒക്കെ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. അപ്പം എന്താണ്? ആദ്യം തന്നെ നമുക്ക് എക്സ് വൈനേക്കാളും വലുതാണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എക്സ് വൈനേക്കാളും വലുതാണെങ്കിൽ, ട്രൂ ആണെങ്കിൽ പിന്നെ എന്താ ചെക്ക് ചെയ്യണം? എക്സ് ഇസഡിനേക്കാളും വലുതാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് അടുത്ത ഇഫ് കൊടുക്കാം. ഇതാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇഫിൻ്റെ ഉള്ളിൽ മറ്റൊരു ഇഫ്. ഓക്കെ,
അപ്പോൾ അടുത്ത ഇഫിൻ്റെ ഉള്ളിൽ എന്ത് പറയാം, നമുക്ക് എക്സ് ഇസഡിനേക്കാളും വലുതാണോ എന്ന് ചെക്ക് ചെയ്യാം. ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം, എക്സ് വലിയ നമ്പറാണ് പ്രിന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സി ഔട്ട് /n കൊടുക്കുക. എന്ത് പറയാം, ദ ലാർജസ്റ്റ് നമ്പർ ഈസ് എക്സ് ആണെന്ന് പറയണം. ഓക്കെ, അപ്പൊ എക്സ് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല അല്ലേ. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്ന നമ്പർ ഏതാണോ ആ നമ്പർ ആയിരിക്കണം ഇതിൻ്റെ ഒപ്പം കാണിക്കേണ്ടത്. അപ്പം അതിനെന്ത് ചെയ്യാം, ദ ലാർജസ്റ്റ് നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കോളൻ കൊടുത്തിട്ട് കോഡ്സ് കൊടുത്തത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എഗെയിൻ നമ്മൾ ഈ ഒരു ഓപ്പറേറ്റർ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ എക്സ് എന്താണോ ആ എക്സ് ഈസ് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പം എക്സ് ഇസഡിനേക്കാളും വലുതാണെങ്കിൽ ലാസ്റ്റ് എന്താവും, എക്സ് ആണ് ക്രിയേറ്റർ എന്നുള്ളത് പ്രിന്റ് ആവും. ഇനി എന്ത് ചെയ്യാം, എക്സ് എന്ന് പറയുന്നത് ഇസഡിനേക്കാളും വലുതല്ല എന്നാണെങ്കിൽ എന്താകും, ഇസഡ് ആയിരിക്കും അല്ലേ വലിയ നമ്പർ. അപ്പം നമുക്ക് അത് പ്രിന്റ് ചെയ്യണ്ടേ. അപ്പം ഈ ഇഫിന്റെ എൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതുകയാണ്. എന്താണ്, സി ഔട്ട് ദ ലാർജസ്റ്റ് നമ്പർ ഈസ്, കോഡ്സ് കൊടുക്കണം കേട്ടോ, അത് കൊടുക്കാത്തതുകൊണ്ടാണ് ആ ഒരു കളർ ഡിഫറൻസ് വന്നത്. ഓക്കെ, ദ ലാർജസ്റ്റ് നമ്പർ ഈസ് എന്താന്ന് പറയണം, ഇസഡ് ആന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി. അതായത് നമ്മുടെ ഈ ഒരു ഇഫ് കണ്ടീഷൻ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ട്രൂ ആണെങ്കിൽ ഉള്ള സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കിൽ നമ്മൾ കൊടുത്ത ഒരു ഇഫ് കണ്ടീഷൻ ഇഫ് എൽസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇഫ് എൽസ് കണ്ടീഷൻ കഴിഞ്ഞു. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ വൈ അല്ല, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും സംഭവിക്കുക, അത് നമുക്ക് എന്ത് ചെയ്യാം, താഴെ എൽസ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ വൈ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം, വൈ ആയിരിക്കും അവിടെ ഗ്രേറ്റർ ആയിട്ട് പറയുന്നത് അല്ലേ. അപ്പൊ വൈ ഗ്രേറ്റർ ദാൻ ഇസഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ എഗെയിൻ നമുക്കൊരു ഇഫ് കൊടുക്കാം, വൈ ഗ്രേറ്റർ ദാൻ ഇസഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം, വൈ ആണ് വലിയ നമ്പർ എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പൊ സി ഔട്ട് /n ദ ലാർജസ്റ്റ് നമ്പർ ഈസ് എന്താണ്, വൈ ആയിട്ട് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക, അതായത് വൈ അല്ല എന്നാണെങ്കിൽ എന്തായിരിക്കും വലിയ നമ്പർ ആയിട്ട് വരുന്നത്, ഇസഡ് ആയിരിക്കും അല്ലേ. അപ്പൊ ഈ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ എൽസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതുകയാണ്, സി ഔട്ട് ദ ലാർജസ്റ്റ് നമ്പർ ഈസ് എന്തായിട്ട് പറയാം, ഇസഡ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കണ്ടീഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കിയാലോ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അതായത് എക്സ് വൈനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ഒരു കണ്ടീഷൻ, ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ മറ്റൊരു ഇഫ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതല്ല എന്നുണ്ടെങ്കിൽ താഴെ എൽസിൽ നമ്മൾ വേറൊരു ഇഫും കൂടെ കൊടുത്തു. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റർ 3 ഡിഫറെൻറ്റ് നമ്പേഴ്സ്, 3 ഡിഫറെൻറ്റ് നമ്പർ ടൈപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഞാനിപ്പോൾ ഒരു 6 7 1 ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ദ ലാർജസ്റ്റ് നമ്പർ 7. ഓക്കെ, കണ്ടോ, വലിയ നമ്പർ ഏതാണെന്ന് പ്രിന്റ് ചെയ്തു, 7 ആണെന്ന് പ്രിന്റ് ചെയ്തു. കറക്റ്റ് ആണല്ലേ. അത് ഏതാണ്, നമ്മൾ വൈ ആയിട്ട് എടുത്ത നമ്പറാണ് 7. ഇനി നമുക്ക് തിരിച്ച് ആദ്യത്തെ നമ്പർ വേണമെങ്കിൽ നമുക്ക് വലുതിട്ടിട്ട് ബാക്കി 2 ചെറുത് നോക്കാം. അപ്പോൾ അത് പ്രിന്റ് ചെയ്യുമോ നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു 15 ഓക്കെ 05 ഇട്ടുപോയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി 2 കൊടുക്കുക, 1 കൊടുക്കാം. ഓക്കെ, ലാർജസ്റ്റ് നമ്പർ ഈസ് 5 എന്ന് വന്നു. ഓക്കെ, കറക്റ്റ് ആയിട്ട് വന്നല്ലേ. ഇനി ഇസഡിൻ്റെ കേസും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്കൊരു 12 കൊടുക്കാം, ദെൻ 15. ഇനി ഞാനൊരു 50. ഓക്കെ, ലാർജസ്റ്റ് നമ്പർ ഈസ് 50. അപ്പോൾ 3 രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഫസ്റ്റ് നമ്പർ വലുതായിട്ട് കൊടുത്തപ്പോഴും കറക്റ്റായിട്ട് അത് പ്രിന്റ് ചെയ്തു, സെക്കൻഡ് നമ്പർ തേർഡ് നമ്പർ ഒക്കെ നമ്മൾ വലുതായിട്ട് കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത ആൻസർ കിട്ടിയല്ലേ. അപ്പോൾ ക്ലിയർ ആയോ എങ്ങനെയാണ് 3 ഡിഫറെൻറ്റ് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ലാർജസ്റ്റ് കണ്ടുപിടിക്കാൻ പറയുന്നത് എങ്ങനെയാണെന്ന് ക്ലിയർ അല്ലേ. നിങ്ങൾക്കിത് ലാബ് എക്സാമിനായിരിക്കും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുക കേട്ടോ. നമുക്ക് തിയറി നമുക്ക് എഴുതാൻ നേരത്തെ ചിലപ്പം ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോർഷൻസ് തന്നിട്ട് അതിൻ്റെ അകത്ത് എറർ ഡിറ്റക്ട് ചെയ്യാൻ ഡീബഗിങ് ചെയ്യാനായിരിക്കും ചോദിക്കുക. പിന്നെ ചെറിയ എന്തെങ്കിലും പ്രോഗ്രാംസ്, അതായത് ഇപ്പം നമ്മൾ തൊട്ട് മുന്നേ ആദ്യം നമ്മൾ പറഞ്ഞ ഒരു ഓഡോ റിവൻ കണ്ടുപിടിക്കുന്നതൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ആണ്. അപ്പം അങ്ങനത്തെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് എഴുതാനായിട്ട് തിയറിയിൽ ചോദിക്കാം. ബട്ട് മെജോറിറ്റി ഈ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ലാബ് എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ കമ്പൈലർ ഇല്ല, എൻ്റെ കയ്യിൽ C++ ഇല്ല എന്ന് പറഞ്ഞിട്ട് ചെയ്ത് നോക്കാതെ ഇരിക്കരുത്. ഓക്കെ, ലാപ്ടോപ്പ് ഉള്ളവർ എന്ത് ചെയ്യാം, C++ൻ്റെ ഈ ഒരു ഓൺലൈൻ കമ്പൈലർ യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക.
ഇനി ലാപ്ടോപ്പ് ഇല്ല, ഓക്കെ, അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഫോൺ എടുക്കുക, ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് കോഡിംഗ് C++ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് കിട്ടും. ഓക്കെ, ആ ആപ്പിൽ നിങ്ങൾക്ക് കോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ചുറ്റിനും ഉണ്ട്. അപ്പോൾ നമ്മൾ മടി കൂടാതെ പ്രോഗ്രാംസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയില്ല നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോഴേക്കും, അപ്പോൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് നോക്കുക. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ 4ാമത് പഠിക്കാൻ പോകുന്നത് എൽസ് ഇഫ് ലാഡർ ആണ്. ഓക്കെ, എന്താണ് എൽസ് ഇഫ് ലാഡർ? അപ്പോൾ എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത് എന്താ? ഇവിടെ വരുമ്പോഴേക്കും നോക്കിക്കേ, ഇഫ് എൽസ് എൽസ് ഇഫ് എന്തായിരിക്കും വ്യത്യാസം വരാം? നമുക്ക് സിൻടാക്സ് നോക്കാം അല്ലേ. ഇഫ് എന്ന് നമ്മൾ ആദ്യം എഴുതി നമ്മൾ ആദ്യത്തെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ കൊടുത്തു. ഇപ്പോൾ ഒത്തിരി കേസുകൾ നമുക്ക് വരാണ്, അതായത് ഒത്തിരി കണ്ടീഷൻസ് നമുക്ക് വരാമെന്ന് വിചാരിക്കും. നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആകും. ഓക്കെ, അപ്പോൾ ആദ്യം ഇഫ് എഴുതിയിട്ട് ആദ്യത്തെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ കൊടുത്തു, എന്നിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കും കൊടുത്തു. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത കണ്ടീഷൻ വരുന്നത് എൽസ് ഇഫ് എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, എൽസ് ഇഫ് ഏതാണോ എക്സ്പ്രഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, രണ്ടാമത്തെ എക്സ്പ്രഷൻ കൊടുത്തു, ആ രണ്ടാമത്തെ എക്സ്പ്രഷനെ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കും കൊടുത്തു. ഓക്കെ, ഇനി ഇതും അല്ല, അടുത്ത വേറൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അഗെയിൻ എൽസ് ഇഫ് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്തു, ടെസ്റ്റ് എക്സ്പ്രഷൻ 3 എന്ന് കൊടുത്തിട്ട് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്, ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് ഇവിടെ കൊടുത്തു. നമ്മൾ നെസ്റ്റഡ് ഇഫ് ചെയ്യുന്നതിനേക്കാളും ഇത്രയും കൂടി എളുപ്പം എൽസ് ഇഫ് ലാഡർ വെച്ച് ചെയ്യുന്നതാണ്. നെസ്റ്റഡ് ഇഫ് ചെയ്തപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വന്ന് കാണും അല്ലേ, അതായത് ഒരു ഇഫിൻ്റെ ഉള്ളിൽ വേറെ ഇഫ് നമ്മൾ ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ ഒന്ന് കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൽസ് ഇഫ് വെച്ച് ചെയ്യുമ്പോൾ ഇത്രയും കൂടെ അത് ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര എക്സ്പ്രഷൻ വേണമെങ്കിലും, എത്ര കണ്ടീഷൻ വേണമെങ്കിലും, എത്ര ടെസ്റ്റ് എക്സ്പ്രഷൻ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ എൽസ് ഇഫ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഫൈനലി നമ്മൾ ഇവിടെ കൊടുത്ത ഇഫിൻ്റെ എൽസ് ഇവിടെയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എഴുതുക. ഓക്കെ, അങ്ങനെ ആയിരിക്കും ഇത് എൻഡ് ചെയ്യുക. അതായത് നമ്മൾ ഒരു ഇഫ് സ്റ്റാർട്ട് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ എൽസ് ഇഫ് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് എഴുതാം. ഓക്കെ, ദെൻ ലാസ്റ്റ് ആ ഒരു ഇഫിൻ്റെ ലാസ്റ്റത്തെ എൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതും. ഇങ്ങനെയാണ് വരുന്നത്. ഡൗട്ട് ഉണ്ടാകും, പ്രോഗ്രാം ചെയ്യുമ്പോഴേക്കും നമുക്കത് ക്ലിയർ ആക്കാം. ഓക്കെ.